സേതുലക്ഷ്മി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കളമശ്ശേരി, തൃപ്പൂണിത്തുറ, തൃക്കാക്കര, കുന്നത്തുനാട് ആ മണ്ഡലങ്ങളിലെ സാന്നിധ്യം നമുക്ക് ഒന്ന് ശ്രദ്ധേയമായ കാര്യങ്ങളാണ് ആ പോരാട്ടം. കാരണം ആ സ്ഥാനാർത്ഥികളെ കൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ നമുക്ക് ശ്രദ്ധേയമായ പോരാട്ടം. ആദ്യം നമുക്ക് കളമശ്ശേരിയിൽ തന്നെ രാജീവിൽ നിന്നും തുടങ്ങാം. ഇപ്പൊ നിലവിലെ MLA അദ്ദേഹമാണ്, മന്ത്രിയാണ്, സിറ്റിംഗ് മന്ത്രിയാണ്. അപ്പൊ കളമശ്ശേരിയിൽ ആദ്യം നമുക്ക് പി രാജീവിനെ തന്നെ അങ്ങ് സ്വാഗതം ചെയ്തേക്കാം. പി രാജീവ് വരട്ടെ. പി രാജീവ് എന്തായാലും ചുവന്ന വാഹനത്തിൽ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പി രാജീവ് മണ്ഡലത്തിൽ വരുമ്പോഴാണ് ഈ കളമശ്ശേരിയെ ഒരുപക്ഷെ ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ആയിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഈ കളമശ്ശേരി ഒരുപക്ഷെ ഒരു UDF കോട്ട എന്ന് വിലയിരുത്തപ്പെട്ടേനെ. കാരണം ആ അർത്ഥത്തിൽ അവർക്കൊരു വോട്ട് ഷെയർ അവർ പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ്. അവിടെ പി രാജീവിനെ അത് എനിക്ക് തോന്നുന്നു മധ്യ കേരളത്തിലെ ഇടത് നേതാക്കൾക്കുള്ള ഒരു പ്രതിസന്ധി പലപ്പോഴും ഒരുപക്ഷെ കണ്ണൂരിലെയോ കോഴിക്കോടെയോ ഉള്ള കോട്ടകളിൽ മത്സരിക്കാൻ പറ്റി എന്ന് വരില്ല. കാരണം ഇവിടെ എപ്പോഴും ഒരു ഫൈറ്റ് നമുക്ക് എറണാകുളത്തൊക്കെ പ്രതീക്ഷിക്കാം. പി രാജീവിനെ പോലെ ഒരാൾ എറണാകുളത്ത് നിന്നു എന്ന് മാത്രമല്ല രാജ്യസഭ MP ഒക്കെ ആയി വലിയ ഒരു പാരമ്പര്യത്തോടെ നിൽക്കുന്നത്. പക്ഷേ ഒരു ഉറപ്പുള്ള ഒരു മണ്ഡലമൊന്നും കൊടുക്കാൻ അങ്ങനെ പാർട്ടിക്ക് കൊടുക്കാനില്ല എന്ന തരത്തിലാണ് കളമശ്ശേരിയിൽ വരുന്നത്. പക്ഷേ അദ്ദേഹം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം 15,336 വോട്ടിന് അവിടെ വിജയിച്ചു. അദ്ദേഹത്തിന്റെ പ്രകടനം അത് ഈ വ്യവസായ മന്ത്രി എന്ന തരത്തിൽ കളമശ്ശേരി എന്ന് പറഞ്ഞ ഒരു വ്യവസായ നഗരമാണ്. ഇപ്പം ഹൈക്കോടതിയൊക്കെ അങ്ങോട്ട് മാറുന്നതോടെ കംപ്ലീറ്റ് പൂർണ്ണമായും അതൊരു വ്യവസായ സ്ഥലം, ഒരു നഗരമായിട്ട് മാറുകയാണ്. അവിടെ വ്യവസായ മന്ത്രി ഇപ്പം പി രാജീവ് വ്യവസായ മന്ത്രി ആയതിനു ശേഷം ഉണ്ടായ ഒരു മാറ്റമുണ്ട്. അത് അത്രമേൽ വലുതാണ്. വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലൊക്കെ ഈ കേരളം 1-ാം നമ്പറിലേക്ക് മാറി എന്നത് മാത്രമല്ല അത് തുടർച്ചയായി നിലനിർത്തുന്നു എന്നത് ഒരു കാര്യം. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് കൊച്ചൗസി ചിറ്റിലപ്പള്ളിയെ പോലെ കടുത്ത ഇടത് വിമർശകരായ ഇടത് സർക്കാർ തരത്തിലേക്ക് അദ്ദേഹം മാറി എന്നുള്ളതാണ്. ഇവിടുത്തെ ഈ കളമശ്ശേരി മണ്ഡലത്തെ ആക്ച്വലി നമ്മൾ ഇവിടുത്തെ സാമുദായിക സമവാക്യം കൂടി പരിശോധിക്കണം. ആ പരിശോധനയായിരിക്കും അടുത്ത വിജയി ആരെന്ന് പറയാം. ഇപ്പൊ നമ്മൾ എപ്പോഴും പറയും കളമശ്ശേരി ഇപ്പം മലബാറൊക്കെ കഴിഞ്ഞാൽ ലീഗിന് വളരെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് കളമശ്ശേരി. പക്ഷെ നമ്മൾ വോട്ട് ഷെയർ പരിശോധിച്ചാൽ ഇല്ല, 20% ഉള്ളൂ ലീഗിന്റെ സാന്നിധ്യം. പക്ഷെ അവിടെ 56% ഉള്ളത് ഹിന്ദു വോട്ടാണ്. ആ ഹിന്ദു വോട്ടിൽ തന്നെ വലിയ മെജോറിറ്റി 30% വരുന്നത് ഈഴവ വോട്ടുകളാണ്, SNDPയുടെ വോട്ടുകളാണ് വരുന്നത്. അപ്പം ഇതൊക്കെ തമ്മിലുള്ളൊരു സമവാക്യം, ആ ഒരു കാസ്റ്റ് പൊളിറ്റിക്സ് അത് ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് കളമശ്ശേരിയിൽ. ഒരു നഗര മണ്ഡലമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതിനെ കവച്ചാണ് പലപ്പോഴും വോട്ടർമാർ പ്രതികരിക്കുന്നത് എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി രാജീവിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യവസായ മന്ത്രി എന്ന നിലയിലുള്ള ഇമേജിനെ ഒരുപക്ഷെ ഈ മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിൽ, കാരണം നമുക്കറിയാം അദ്ദേഹം അങ്ങനെ ഒരു ഇമേജ് ഇല്ലാതെ തന്നെ അദ്ദേഹം 15,336 വോട്ടിന് എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയാം. നിലവിലെ അദ്ദേഹത്തിന് പി രാജീവിന് തന്നെയാണ് എഡ്ജ് ഉള്ളത്. കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ചത് അബ്ദുൾ ഗഫൂറിനോട് തന്നെയാണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു ഇവിടെ മന്ത്രിയായിരുന്നത് ഇബ്രാഹിം കുഞ്ഞ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മണ്ഡലത്തിൽ മാത്രമല്ല എറണാകുളത്ത് ആകെ ചർച്ചയാകുന്ന തരത്തിൽ ആ പാലാരിവട്ടം പാലം വിഷയം അത് സംസ്ഥാന തലത്തിലാകെ തന്നെ ചർച്ചയാകുന്ന തരത്തിൽ ലീഗിന് വലിയ തിരിച്ചടിയായ ഒരു സംഭവമാണ്. അതൊരുപക്ഷെ ആ സർക്കാർ തന്നെ വീഴുന്ന തരത്തിലേക്ക് ആ ചർച്ച മാറുന്ന ഒരു സംഭവമുണ്ട്. എന്തായാലും BDJSന്റെ വോട്ട് കൂടി നിർണായകമാണ്. നമുക്കറിയാം ഏറ്റവും ശ്രദ്ധേയമായ നേരത്തെ നമ്മൾ അത് സംസാരിച്ചതാണ്. അതായത് ഒരുപക്ഷെ കഴിഞ്ഞ തവണ 24,000-ലധികം വോട്ട് പിടിച്ചതിന് 2016 പിടിച്ചിരുന്നു BDJS. അതിൽ നിന്ന് കഴിഞ്ഞ തവണ അത് നേരെ പകുതിയായി. ആ വോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് പി രാജീവിലേക്കാണ്. അത് ആ തരത്തിൽ ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നതൊക്കെ അറിയണമെങ്കിൽ ഒരുപക്ഷെ MP ബിനു നേരത്തെ 2016 പിടിച്ചതുപോലെ ആ വോട്ട് പിടിക്കുമോ, ഈ 24,000-ലധികം വരുന്ന വോട്ട് പിടിക്കുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതാണ്. അത് തന്നെയാണ് കളമശ്ശേരിയെ നിർണ്ണയിക്കുക. ഓക്കെ, അപ്പം ഇനിയിപ്പം നമ്മൾ കളമശ്ശേരി ഒരു സ്പെഷ്യൽ കേസായിരുന്നു, ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലവുമായിരുന്നു. ഇനിയിപ്പം കളമശ്ശേരി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് തൃപ്പൂണിത്തുറയിലേക്ക് പോകാം. ശക്തമായ മത്സരം നടക്കുന്ന ഒന്നാണ്. അതെ, നിലവിലെ MLA അല്ല മത്സരിക്കുന്നത്, പക്ഷേ K ബാബു ആണ് അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റിംഗ് MLA എന്ന് പറയുന്ന K ബാബു ആണ്. മത്സരിക്കാനുള്ളത് ദീപക് ജോയും അതേപോലെ KN ഉണ്ണികൃഷ്ണനും അഞ്ജലി നായരുമാണ്. ദീപക് ജോയും KN ഉണ്ണികൃഷ്ണൻ നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വട്ടം വൈപ്പനിൽ പരസ്പരം ഏറ്റുമുട്ടിയവരാണ് രണ്ടുപേരും. അതിൽ വിജയം KN ഉണ്ണികൃഷ്ണൻ ഒപ്പമായിരുന്നു. ഒരുപക്ഷെ K ബാബുവിന്റെ നോമിനി എന്ന് തന്നെ പറയാൻ പറ്റും. അതെ, പ്രത്യേകിച്ച് K ബാബുവിന് ഈ മണ്ഡലവുമായുള്ള ബന്ധം അത്ര എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്നില്ല. എറണാകുളത്ത് കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും സമീപകാലത്ത് ഏറ്റവും പ്രമുഖനായ നേതാവ് K ബാബു ആണെന്ന കാര്യത്തിൽ സംശയമില്ല. ഉമ്മൻചാണ്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയ നേതാവ് കൂടിയായിരുന്നു K ബാബു. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയാണ് ഒരുപക്ഷെ കഴിഞ്ഞ ടേമിൽ അദ്ദേഹത്തിന് വലിയ പെർഫോമൻസ് ഒന്നും നിയമസഭയിലും ഇടപെടാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല ഉണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ
പലപ്പോഴും നമുക്കറിയാം ഈ വീൽ ചെയറിൽ ഇരിക്കുമ്പോൾ പോലും മത്സരിക്കണമെന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, മറ്റാളുകൾക്ക് കൈവിട്ട് കൊടുക്കാൻ. വളരെ നല്ലൊരു മാതൃക കാണിച്ച ആൾ കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് ആ അർത്ഥത്തിൽ ഇടപെടാൻ പറ്റുകയും എല്ലാം ചെയ്യുന്ന ഒരു ആരോഗ്യമൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം ആ സീറ്റിൽ ഞാനില്ല എന്ന് ആദ്യമായി പറയുകയും മറ്റാരെയും വേണമെങ്കിൽ പാർട്ടിക്ക് നിർദ്ദേശിക്കാമെന്ന് പറയും. പാർട്ടിയിൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയെന്ന വാർത്തയൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അത് ഒരുപക്ഷെ കെ ബാബുവിനോട് പാർട്ടി ചോദിച്ചിട്ടുണ്ടാവും ആരെയാണ് വേണം. നിലവിൽ ഇപ്പം ആരാണ് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞില്ല എനിക്ക് അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് ആളുമില്ല, പക്ഷെ ഞാൻ ആരെങ്കിലും പിക്ക് ചെയ്യുന്നെങ്കിൽ അത് ദീപക് ജോയി അദ്ദേഹം പറഞ്ഞു. പക്ഷെ അത് തന്നെ സംഭവിച്ചു. പ്രത്യേകിച്ച് കെ ബാബു അഭിപ്രായം ഇല്ല, പാർട്ടിയോട് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ കൊമ്പ് കോർക്കുന്ന ഒരാൾ കൂടിയല്ല കെ ബാബു എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ സ്വാധീനമുള്ള സ്ഥലമാണ്. ഇപ്പോൾ അത് ബി.ജെ.പിക്ക് കൂടി സ്വാധീനമുള്ള ബി.ജെ.പി ഭരിക്കുന്ന നഗരസഭകളിൽ ഒന്ന് തൃപ്പൂണിത്തുറ കൂടിയാണ്. പക്ഷേ കെ.എൻ. ഉണ്ണികൃഷ്ണന്റെ കാര്യം വരുമ്പോൾ എനിക്ക് ഇടതുപക്ഷത്തിന് ഇതിലും മികച്ചൊരു സ്ഥാനാർത്ഥിയെ അവർക്ക് തൃപ്പൂണിത്തുറയിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഇപ്പം ഞാൻ പറയുന്ന പോലെ അനിൽകുമാർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്നു. ആ അനിൽകുമാറിനെ എന്തുകൊണ്ട് എറണാകുളത്ത് രണ്ട് പേര്, ഒരുപക്ഷെ എറണാകുളത്തെ CPM പ്രവർത്തകർക്കിടയിലെങ്കിലും ഒരു നിരാശ 3 പേര് തന്നെ പറയാം. ഒന്ന്, സ്വരാജ് വന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. മേയറായി നല്ല പ്രതിച്ഛായ ഉണ്ടായിരുന്ന അനിൽകുമാർ വന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അരുൺകുമാറിന് ഒരുപക്ഷെ തൃക്കാക്കരയൊക്കെ കൊടുത്തേക്കും എന്ന് നേരത്തെ നമ്മൾ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യം കേട്ട പേരാണ്. അരുൺകുമാർ വന്നില്ല. ഒരുപക്ഷെ അത് ഒരു പാർട്ടിയുടെ ചോയ്സ് ആകാം. പക്ഷേ ഈ 3 പേരുകൾ ഇവർക്ക് ഏത് മണ്ഡലത്തിലും എറണാകുളത്ത് വെച്ച് കൊണ്ട് ഒരു ഫൈറ്റ് നടത്താൻ പറ്റും. അതായത് രജേഷ് രവീന്ദ്ര 9 ഡിവിഷനുകളിൽ 8 കയ്യിലുണ്ട്. അപ്പം ആ സമയത്ത് എന്തുകൊണ്ട് അനിൽകുമാറിനെ പോലെ ഒരാളെ ഇറക്കിയില്ല എന്നൊരു ചോദ്യമുണ്ട്. അതിപ്പം പാർട്ടി പ്രവർത്തകർക്കിടയിൽ അടക്കം ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. കെ.എൻ. ഉണ്ണികൃഷ്ണനെ വൈപ്പിനിൽ നിന്ന് എന്തിന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? അതിനൊരു വിശദീകരണം ഇതുവരെ ഒരു കാര്യം, വൈപ്പിനിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി വേണം, ഷൈനിക്ക് ഒരു സീറ്റ് വേണം എന്ന തരത്തിലാണ് അത് വന്നത്. പക്ഷേ കെ.എൻ. ഉണ്ണികൃഷ്ണൻ എവിടെ, അത് നിർബന്ധമല്ല, കെ.എൻ. ഉണ്ണികൃഷ്ണൻ തന്നെ ഒരു മത്സരിക്കണമെന്ന് നിർബന്ധമല്ല. പക്ഷേ ഇവിടെ ഒരുപക്ഷെ ഒരു എഡ്ജ്, ഈ മത്സരത്തിന് മുൻപേ ഒരു എഡ്ജ് ഉണ്ടാക്കാൻ ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ മേയറായിരുന്ന അനിൽകുമാർക്ക് വന്നാൽ പറ്റും. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഈ പല പദ്ധതികളും, അദ്ദേഹം കൊച്ചി നഗരസഭയ്ക്ക്, കൊച്ചി കോർപ്പറേഷന് വേണ്ടി ചെയ്ത പല പദ്ധതികളും വലിയ തരത്തിൽ സ്വീകാര്യത നേടി. അദ്ദേഹം മേയറായി വരുമ്പോൾ പൊതു സ്വീകാര്യനായ ഒരാൾ കൂടിയായിരുന്നു. ഒരു തരത്തിൽ പോലും എതിരാളികളോട് പോലും മോശമായി സംസാരിക്കുകയോ ആ തരത്തിൽ ഇടപെടുന്ന ഒരാളായിരുന്നില്ല. ഒരു അവസരം നമുക്ക് പറയാം, ഇതൊരു ബാക്ക് ബെഞ്ചിൽ വീണ്ടും സ്ട്രെങ്ത് അവിടെ തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ CPM. പക്ഷേ പാർട്ടിക്ക് ഈ എതിർസ്വരമുള്ളവരെ പോലും ഇതുവരെ പറഞ്ഞ് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം പറഞ്ഞ് ബോധിപ്പിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ നമ്മൾ നോക്കേണ്ടത് ഇവിടുത്തെ 2020 സ്ഥാനാർത്ഥിയാണ് രജേഷ് രവീന്ദ്രൻ. ഇപ്പൊ നിലവിലെ ഇവർ രണ്ടുപേരും തമ്മിലാണ് മത്സരം. കാരണം ചക്ക ചിഹ്നത്തിൽ ആരെങ്കിലും തൃപ്പൂണിത്തുറയിൽ പോയി വോട്ട് ചെയ്യുമോ, എത്ര വോട്ട് പിടിക്കും എന്നുള്ള കാര്യം, താമരയിൽ നിന്നും ചക്കയിലോട്ട് എത്ര പേര് മാറും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടില്ല. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പിന്നെ നഗരസഭ ഒന്നിന്റെ ആണെങ്കിൽ, ഒരു സീറ്റിന്റെ ആണെങ്കിൽ പോലും അവരാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പിടിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ നേരത്തെ ബി.ജെ.പി പിടിച്ച, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ബി.ജെ.പിക്ക് ഉള്ള വോട്ട് അത് അഞ്ജലി നായരിലേക്ക് പോയില്ലെങ്കിൽ അതെങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? അത് തൃപ്പൂണിത്തുറയെ നിർണ്ണയിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ബി.ജെ.പി പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷമുണ്ട്. അവിടെ ഒരു പാർട്ടി സ്ഥാനാർത്ഥി വരാത്തതിൽ വലിയ പ്രശ്നമുണ്ട്. അത് നമ്മൾ നേരത്തെ ആ അർത്ഥത്തിൽ തന്നെ പറയുന്നതാണ്. അഞ്ജലി നായർ പൂർണ്ണമായും ബി.ജെ.പി വോട്ട് പൂർണ്ണമായും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹം അവർ ഇത് പറഞ്ഞതുപോലെ നമ്മൾ ഇനിയിപ്പോൾ ഒരു മത്സരത്തിലേക്ക് വരികയാണ്. ആരോപണമൊക്കെ ഉന്നയിക്കുമ്പോഴും ചോദ്യം ഈ തൃപ്പൂണിത്തുറയിലൊക്കെയാണ്. കാരണം നിങ്ങൾക്ക് ഇത്രയും സ്വാധീനമുള്ള, വേരോട്ടമുള്ള നിങ്ങൾ ഭരിക്കുന്ന നഗരസഭയിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി നിർത്താതെ അത് ഘടകകക്ഷിക്ക് കൊടുത്തു? അവിടെ ഏറ്റവും പവർഫുൾ ആയി സ്ഥലത്ത്, പ്രത്യേകിച്ച് ഒരുപക്ഷെ കോൺഗ്രസോ അല്ലെങ്കിൽ നേമവും വട്ടിയൂർക്കാവും ഒക്കെ പോലെ തന്നെ ബി.ജെ.പിക്ക്, അല്ലെങ്കിൽ പാലക്കാടും ഒക്കെ പോലെ തന്നെ മഞ്ചേശ്വരവും ഒക്കെ പോലെ തന്നെ ബി.ജെ.പിക്ക് ഏറ്റവും വേരുള്ള റൂട്ടുള്ള, പ്രത്യേകിച്ച് ഒരുപക്ഷെ CPM-ഓ അല്ലെങ്കിൽ കോൺഗ്രസോ ഇതൊക്കെ ചെയ്യാം. കാരണം അവരുടെ ശക്തി കേന്ദ്രത്തിൽ ലീഗിനോ അല്ലെങ്കിൽ CPI-ക്കോ ഒക്കെ സീറ്റ് കൊടുക്കാമെന്നത് കാണാം. പക്ഷേ ബി.ജെ.പി സാധാരണ അത് ചെയ്യുന്നത് കാണാറില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലാണ് ഒരുപക്ഷെ അവരുടെ ശക്തി കേന്ദ്രത്തിൽ അവർക്ക് ജയിക്കാൻ പറ്റുന്ന സ്ഥലത്ത് അവരുടെ മറ്റ് മുന്നണി സ്ഥാനാർത്ഥി, അതൊക്കെ കൊണ്ട് തന്നെ തൃപ്പൂണിത്തുറ ഏറെ നിർണായകമാവുകയും ചെയ്യും. ഇതും നമ്മൾ കാത്തിരുന്നറിയേണ്ട ഒരു മത്സര ഒരു വിധി തന്നെയായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് നേരെ തൃക്കാക്കരയിലേക്ക് പോവാം അല്ലേ? തീർച്ചയായും. തൃക്കാക്കരയിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് PT തോമസിന്റെ മരണത്തിന് ശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഉമാ തോമസ് വരുന്നു. ഉമാ തോമസിനെ തുടക്കത്തിൽ ഉമാ തോമസിന് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടി അവരെ അവസാനം ആ മത്സരത്തിലേക്ക് ഇറക്കുകയാണ്. അന്ന് വലിയ ഒരു പോരാട്ടമൊക്കെ നടത്തും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് ഇടതുപക്ഷം വലിയ തരത്തിൽ ഒരു പ്രചാരണമൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഉമാ തോമസ് PT-യേക്കാൾ വലിയ 16 വോട്ടിന് ജയിച്ചു. ഇത്തവണ ഒരു വനിതാ സ്ഥാനാർത്ഥി തന്നെ വരണം എന്ന തീരുമാനം എടുത്തത് കൊണ്ടാകാം അത് നമ്മൾ
നേരത്തെ പറഞ്ഞതുപോലെ അരുൺകുമാറിന്റെ ഒരു പേര് മാറിപ്പോയത് എന്ന് മനസ്സിലാക്കുകയാണ്. എന്തായാലും അഡ്വക്കേറ്റ് പുഷ്പദാസ് CPM-ന്റെ ഈ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നാണ്. അവർ വരുന്നു. ഇതിൽ അഖിൽ മാരാർ, നമ്മൾ പലപ്പോഴും ഈ തരത്തിൽ അഖിൽ മാരാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അഖിൽ മാരാർ നിലപാടുകളുടെ രാജകുമാരനാണ് ഞാൻ പറയും. കാരണം അഖിൽ മാരാറിന്റെ കയ്യിൽ ഒരുപാട് നിലപാടുണ്ട്. ഒരു വിഷയത്തിൽ തന്നെ ഒരു 5 or 10 നിലപാടുണ്ടാവും. ഏത് നിലപാട് വേണമെന്ന് അഖിൽ മാരാർ അപ്പം തീരുമാനിക്കുമെന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരാളാണ്. ഒരു ദിവസം കൊണ്ട് അത് മാറുന്നു. അരുൺകുമാർ ഒരേ സമയം ഒരുപക്ഷെ BJP-ക്കെതിരെ പറയും, നാളെ BJP-ക്ക് ഒപ്പം ചേരാം. BJP-യുടെ ഇപ്പോഴും പറയുന്നുണ്ട് അദ്ദേഹം. അതെ, ഷാൾ അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം 2020-ക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നത്. എന്തായാലും 2020-ൽ അദ്ദേഹം എത്തി. അത് ഒരുപാട് സിനിമാ താരങ്ങൾക്കൊക്കെ ആ തരത്തിൽ വരാനുള്ള വഴിയാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് ഒരുപക്ഷെ ഈ മണ്ഡലം ഒരുപക്ഷെ ഈ തരത്തിൽ ശ്രദ്ധേയമാകുന്നത്. എന്തായാലും അഖിൽ മാരാർ എന്ത് ഫൈറ്റ് കൊടുക്കും, എത്ര വോട്ട് പിടിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നറിയാം. പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ പറയുന്നത് പോലെ ജെൻസി വോട്ടുകളുണ്ട്. അല്ലെങ്കിൽ ഈ അദ്ദേഹം ബിഗ് ബോസ് ജയിച്ച ഒരാളാണ്. ആ അർത്ഥത്തിൽ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയാണ്. അത് നഗരമണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുള്ളതാണ്. അപ്പം എങ്ങനെയൊക്കെ ഇത് പോകും എന്നുള്ളത് ഇനി കാത്തിരുന്നേരം. നേരെ കുന്നത്തുനാട് പിടിക്കാം അല്ലേ? തീർച്ചയായും കുന്നത്തുനാടാണ്. സത്യത്തിൽ ഈ മണ്ഡലങ്ങളൊക്കെ പറയുമ്പോഴും ത്രികോണപ്പോര് സത്യത്തിൽ നടക്കുന്നത് കുന്നത്തുനാടാണ്. ത്രികോണപ്പോര് മാത്രമല്ല രജീഷ്, 2021-ൽ കേരളം കണ്ട ഏറ്റവും വലിയ ചതുഷ്കോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ 2 ഒന്ന് പൂഞ്ഞാറിലും മറ്റൊന്ന് കുന്നത്തുനാട് വരുന്നത്. അവിടെ സത്യത്തിൽ ഈ ചതുഷ്കോണം എന്ന് പറയുമ്പോൾ BJP അതായത് NDA ആണ് തീർച്ചയായും ഇല്ലാതായി പോയ ഒരു കാര്യം ഉണ്ടായത് കുന്നത്തുനാട്ടിലാണ്. കാരണം ഇവിടെ മത്സരം ഈ പറഞ്ഞതുപോലെ CPI-ഉം കോൺഗ്രസും 2020-യും തമ്മിലാണ്. അത് 2020 നിലവിൽ BJP-ക്ക് ഒപ്പം NDA-യിൽ ആയതുകൊണ്ട് നമുക്ക് അത് NDA എന്ന് പറയുന്നതാണ്. കാരണം കഴിഞ്ഞ തവണ അതുപോലെയായിരുന്നു. നിസാര വോട്ടുകൾക്കാണ് 2ാം സ്ഥാനം 2020-ക്ക് കഴിഞ്ഞ തവണ നഷ്ടമായത്. കഴിഞ്ഞ തവണ 2020-യുടെ വോട്ടും BJP-യുടെ വോട്ടും ചേർത്താൽ 2020-ആണ് ഈ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തുള്ളത്. അത് ആ തരത്തിൽ വേണം നമ്മൾ ഇവിടെ കാണാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PV ശ്രീനിജൻ ജയിച്ച വോട്ട് നമുക്ക് കാണാം. 2715 വോട്ടാണ്. VP സജീന്ദ്രൻ ഇതിനു മുൻപ് കഴിഞ്ഞ തവണ തോൽപ്പിച്ചത് VP സജീന്ദ്രനെയാണ്. അതിനു മുൻപ് ഇവിടെ 2 തവണ MLA ആയ ആളാണ്. ബാബു ദിവാകരന്റെ വരവും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വിസ്മയമാണ്. കാരണം ബാബു ദിവാകരൻ അടൂരിൽ സീറ്റ് കിട്ടാത്ത കോൺഗ്രസ്സുകാരനാണ്. പ്രതിഷേധിച്ച് വളരെ പെട്ടെന്ന് BJP-ക്ക് ഒപ്പം പോകാൻ തീരുമാനിക്കുന്നു. പെട്ടെന്ന് എന്തായാലും 2020 ആണ് സീറ്റ് കിട്ടാൻ ഒരു സ്ഥലം. അതുകൊണ്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് 2020-ൽ എത്തുന്നു. ഈ സാമുദായിക സമവാക്യം നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും ഒരു 20% മുസ്ലിം വോട്ടുണ്ട്. അത് നേരത്തെ പോയിരുന്നത് 2020-ലേക്കാണ്. അത് ഇത്തവണ BJP-ക്ക് ഒപ്പമാണ് ഒരു മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. മറ്റേതുപോലെ ഒരു പാർട്ടി അല്ല. ഇപ്പം BJP-ക്ക് ഒപ്പം ചേർന്ന് ഒരു മുന്നണിയായിട്ട് മത്സരിക്കുമ്പോൾ ആ 20% അത് ഈ ബാബു ദിവാകറിലേക്ക് പോകുമെന്ന് തോന്നില്ല. അത് വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അവിടുന്ന് ഒരുപാട് പ്രാദേശിക നേതാക്കൾ വിട്ടുപോയത് നമ്മൾ കണ്ടു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല 2020 ഈ മണ്ഡലം പിടിച്ചാലും ഒരു തരത്തിലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം 2020-ൽ നമ്മൾ വലിയ ഒരു അത്ഭുതം സംഭവിച്ചു എന്ന തരത്തിലൊക്കെ ആയിരുന്നു 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണം 4 പഞ്ചായത്തുകളിൽ ഭരണം നേടിയപ്പോൾ കണ്ടത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയൊക്കെ ഉണ്ടായെങ്കിൽ കൂടി 2 മണ്ഡലത്തിൽ ഉണ്ട്. അതിൽ ഐക്യനാടൊക്കെ തൂത്തുവാരി കിടക്കുകയാണ്. ഇപ്പോഴും അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എഴുതി തള്ളാൻ പറ്റുന്ന ഒരു തരത്തിലല്ല ഈ മണ്ഡലമുള്ളത് കുന്നത്തുനാട്. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായിരിക്കും. ഒരുപക്ഷെ ആര് ജയിച്ചാലും ഈ പറഞ്ഞതുപോലെ തന്നെയായിരിക്കും ഭൂരിപക്ഷം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓക്കെ, അപ്പം 4 മണ്ഡലങ്ങളാണ് അവിടെ ഇഞ്ചോടിഞ്ച്, കൊച്ചിയിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുക. അതാണ് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചത്. തൃക്കാക്കര, അതേപോലെ തന്നെ കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ, അതേപോലെ തന്നെ കളമശ്ശേരി, 4 എണ്ണം. അപ്പോൾ 4